ഹായ് ഫ്രണ്ട്സ്, ലിയാസ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ മലപ്പുറം ജില്ലയിലെ താനൂരിൽ, നമ്മുടെ സ്വന്തം നാട്ടിൽ, അവിടെ അയ്യായ എന്ന് പറഞ്ഞൊരു കൊച്ചു ഗ്രാമമുണ്ട്. അവിടെ ഒരു നരിമട എന്ന് കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ അവിടെ ഒരു വെള്ളക്കെട്ടുണ്ട്, കോറി. ഒരു അടിപൊളി ലൊക്കേഷനാണെന്നാണ് പറഞ്ഞത്. കുളിക്കാൻ പറ്റിയ നല്ല തണുത്ത വെള്ളം കിട്ടുന്ന ഒരു അടിപൊളി ലൊക്കേഷനാണ്. കാണാനും നല്ല രസമാണ്. അപ്പോൾ അത് രണ്ടും എങ്ങനെയുണ്ട് എന്നുള്ളത് എക്സ്പീരിയൻസ് ചെയ്യലാണ് നമ്മൾ ഇന്നത്തെ ടാസ്ക്. അപ്പോൾ അത് ഒന്ന് വാച്ച് ചെയ്യുക എല്ലാവരും. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്സ്. അപ്പോൾ ഞങ്ങളിപ്പോൾ താനൂരിലെ അയ്യായ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അവിടെ എത്തിയിട്ടുണ്ട്. ഈ നരിമടൻ്റെ മുകളിലാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഇപ്പോൾ ഞങ്ങൾ താഴോട്ട് ഇറങ്ങി ഇങ്ങനെ പോകുന്നുണ്ട്. അവിടെ ഒരു കോറി ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നല്ല തണുത്ത വെള്ളമാണ് അവിടെ ഉണ്ടായെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാണാനും പറ്റുകയാണെങ്കിൽ അതിൽ കുളിച്ച് ഒക്കെ തിരിച്ച് വരുമ്പോൾ നരിമട കാണുക എന്നുള്ളതാണ് ഇപ്പോൾ ഞങ്ങളൊരു പ്ലാന്. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം അതിലേക്കൊന്ന് പോയി നോക്കാം. ഈ കോറിയിലേക്ക്, പാറക്കെട്ടിലേക്കുള്ള വെള്ളം ഒന്ന് കണ്ടു നോക്കാം. ആ കുളം എങ്ങനെ ഉണ്ട് എന്നുള്ളത് നോക്കാം. ഫുള്ള് പച്ചപ്പാണ് കേട്ടോ ഇവിടെ. നല്ല എന്താ പറയുക, തീർത്തും വ്യത്യസ്തമായ ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ നമ്മളെ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം. നല്ല ലോങ് വ്യൂ. അതുമാതിരി ഇവിടെ ഒരു എന്തൊക്കെ വ്യൂ പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ ഈ കുന്നിന് മുകളിൽ നിന്ന് കഴിഞ്ഞാൽ ഏതോ ടവർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും പിന്നെ ഞങ്ങളിപ്പോൾ ഇനി താഴോട്ട് തന്നെ ഇറങ്ങി പോവാണ്. ഇതാണ് നമ്മൾ പറഞ്ഞ ആ കോറി. ശരിക്കും നല്ല കാണുമ്പോൾ തന്നെ നല്ല ക്ലിയർ വെള്ളമാണ്. നമുക്കെന്തായാലും അതിലേക്ക് ഇനി ഇറങ്ങാനുള്ളൊരു പ്ലാനാണ്. നോക്കി നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ ആഴം എത്ര ഉണ്ടെന്നും എന്താണ് ഇതിലെ എക്സ്പീരിയൻസ് എന്നൊന്ന് നമുക്കൊന്ന് കുളിച്ച് നോക്കിയിട്ട് തന്നെ ഒന്ന് അറിയാം. ഓക്കെ, അപ്പോൾ ആ വീഡിയോസ് നമ്മൾ എന്തായാലും ഇതിൽ ഇടുന്നുണ്ട്. പിന്നെ അതേപോലെ ഞങ്ങൾ ചെറിയൊരു വല ഉണ്ട് ഞങ്ങളുടെ കയ്യിൽ, ചെറിയൊരു വല. അപ്പോൾ അതിൽ ഇവിടുന്ന് പിന്നെ കളർ മീനുകൾ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെറിയ കളർ മീനുകൾ പലതുണ്ട്. പക്ഷേ അക്വാറിയത്തിൽ ഇടാൻ പറ്റിയ മീൻ ഇതിലുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് ചെറിയ രൂപത്തിൽ കിട്ടുമോ എന്നുള്ളതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അതും കൂടി നമുക്കൊന്ന് വാച്ച് ചെയ്യാം. അതേപോലെ പിന്നെ ഇവിടെ ഈ സൈഡിൽ, കോറിൻ്റെ സൈഡിൽ നിന്ന് ചാടുന്ന ഒരു സംഭവം, ചാടുന്ന ഒരു സീനുണ്ട്. അപ്പോൾ അതൊന്നും ആരും അനുകരിക്കരുത്. പറയുന്ന കാരണം എന്താ വെച്ചാൽ ഇത് എക്സ്പീരിയൻസ് ഉള്ള കുട്ടികളാണ് ചാടിയത്. അപ്പോൾ അതിൻ്റെ ആ പാറക്കെട്ടിൻ്റെ മുകളിൽ നിൽക്കുക എന്ന് പറയുന്നത് തന്നെ കുറച്ച് റിസ്ക്കാണ്. അപ്പോൾ അതൊന്ന് നമുക്ക് വാച്ച് ചെയ്യാം. കാരണം അതിൻ്റെ മുകളിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്ന ആ ഒരു സംഭവം എനി ടൈം. അപ്പോൾ അവിടെ നിൽക്കുക എന്ന് പറയുന്നത് കുറച്ച് റിസ്ക്കാണ്. അപ്പോൾ എന്തായാലും ഇത് ആരും അനുകരിക്കരുത്. കുറച്ച് ഡേഞ്ചറാണ് ആ സീന്. ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ സമയത്ത് തന്നെ കുളിക്കാൻ പറ്റിയത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ നമുക്കിനി മീൻ പിടിക്കണമെന്ന് കണ്ടു നോക്കാം. മീൻ കിട്ടുന്നുണ്ടാകുന്നുള്ളതും കൂടി ഒന്ന് നോക്കി നോക്കാം. ഞങ്ങൾ പറഞ്ഞു ചെറിയൊരു വല ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. കിട്ടുകയാണെങ്കിൽ അക്വേറിയത്തിൽ ഇടാന്നുള്ള ഒരു പ്ലാനാണ്. എന്തായാലും അത്യാവശ്യം മീൻ കിട്ടിയിട്ടുണ്ട്. ചെറിയ മീൻ, അക്വേറിയത്തിൽ ഇടാൻ പറ്റിയ കുറച്ച് മീൻ ഉണ്ട്. അത് ഞങ്ങളൊരു പാത്രത്തിൽ ഇട്ടിട്ടുണ്ട്. ആ കാണുന്ന ബക്കറ്റിൻ്റെ പകുതിയോളം മീൻ കിട്ടിയിട്ടുണ്ട്. എന്തായാലും ചെറിയ മീനുകളാണ്, അക്വേറിയത്തിൽ ഇടാൻ പറ്റിയ മീനാണ്, അല്ലാതെ വേറെ കറി വെക്കാൻ പറ്റുമെന്നല്ല കേട്ടോ. പിന്നെ ഇനി ഞങ്ങൾ പോകുന്നത്, ഇപ്പോൾ ഇത് മുകളിലേക്ക് കയറി പോവുകയാണ്. ഇനി നമുക്ക് പോകാനുള്ളത് നരിമടൻ്റെ ഉള്ളിലേക്കാണ്. നരിമടയാണ് ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. നരിമട എങ്ങനെ ഉണ്ട് എന്നുള്ളതും അതിൻ്റെ ഉള്ളിലെ കാഴ്ചകളും ഒന്ന് നമുക്ക് കണ്ടു നോക്കാം. നരിമടൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് ടിപ്പുവിൻ്റെ കാലത്ത് ഒളിത്താവളമായി ഉപയോഗിച്ച മടയാണെന്ന് പറയുന്നുണ്ട്. അത് എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല. കാരണം ഇവിടെയുള്ള നാട്ടുകാരോട് ചോദിച്ചപ്പോൾ അവരും ഇതേപോലെയുള്ള കേട്ടറിവ് മാത്രമാണ്. അവരും പറഞ്ഞത് ഇതേപോലെയൊക്കെ തന്നെയാണ്. ഇത് ഒരുപാട് കാലം മുമ്പുള്ളതാണ്, ഒളിത്താവളമായിട്ടൊക്കെ ഉപയോഗിച്ച ഒരു ഗുഹയാണെന്നാണ് പറഞ്ഞത്. അതുപോലെ ഇതിൻ്റെ മറ്റൊരറ്റം വേറെ ഏതോ ഭാഗത്തൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ആരോ കിണർ കുഴിക്കുമ്പോൾ അതിൻ്റെ ഒരു എൻഡ് കണ്ട് എന്നൊക്കെ ഇവിടുത്തെ നാട്ടുകാർ പറഞ്ഞതാണ്. നമുക്ക് അറിയില്ല എത്രത്തോളം അതിൻ്റെ സത്യാവസ്ഥ എന്നുള്ളത് അറിയില്ല. എന്തായാലും എന്തൊക്കെ ഒരു പ്രത്യേകത ഇതിനുണ്ട്. അതിൻ്റെ
നമുക്ക് മനസ്സിലാകും. ഉൾഭാഗം കംപ്ലീറ്റ് ഇരുട്ടാണ്. അപ്പോൾ ചെറിയൊരു വെളിച്ച സെറ്റപ്പായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. വെളിച്ചം കിട്ടാനുള്ള ഒരു സെറ്റപ്പായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ രണ്ട് വ്യൂവും കാണാം. വെളിച്ചമില്ലാത്ത വ്യൂവും വെളിച്ചത്തോടുള്ള വ്യൂവും ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഏകദേശം അതിൻ്റെ ആ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും, എന്താണ് ഈ സംഭവം എന്നുള്ളത്, നരിമട എന്നത് എന്താണെന്നുള്ളത് ഒരു ഐഡിയ കിട്ടും. ഒരുപാട് ആൾക്കാർ കേട്ടിട്ടുണ്ടാവുള്ളൂ നരിമട എന്ന്. അപ്പോൾ അതൊന്ന് കാണാത്തവർക്ക് ഒരു പുതിയ കാഴ്ച ആയിക്കോട്ടെ എന്നുള്ളതിലാണ് ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതിൻ്റെ ഉൾഭാഗം വീഡിയോ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ശരിക്കുള്ള ആ പിക്ചർ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒരുപാട് ഉള്ളിലേക്ക് പോയിട്ട് അവിടുന്ന് ഒരു വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ പുറത്തേക്കുള്ള വ്യൂ അതിൽ കറക്റ്റ് മനസ്സിലാവും ഇതിൻ്റെ ആ ഒരു ദൂരം എത്രത്തോളം ഉള്ളിലേക്ക് ഇത് ഉണ്ടെന്നും ഇത് ഉള്ളിൽ നിന്നും പുറത്തേക്ക് നോക്കുമ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ വ്യൂ എന്നുള്ളത് ശരിക്കും മനസ്സിലാവും. ഇതിപ്പോൾ ഞങ്ങൾ ഒരു മധ്യഭാഗത്താണ് ഇപ്പോൾ ഉള്ളത്. അവിടുന്ന് പുറത്തേക്കുള്ള വ്യൂ ആണിത്. ഇനി ഒരുപാട് ഉള്ളിലേക്ക് ഒരു 19 മീറ്റർ കൂടുതൽ ഉള്ളിലേക്ക് പോകാനുള്ള ഒരു സ്പേസ് ഉണ്ട് അവിടെ. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ ചെറിയൊരു പേടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വല്ലാതെ അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത്, കാരണം ജന്തുക്കളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്നുള്ളത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. എത്രത്തോളം വെളിച്ചുണ്ടെങ്കിലും നമുക്ക് വല്ലാതെ ഉറപ്പ് പറയാൻ പറ്റും എന്തെങ്കിലും ജന്തുക്കൾ അതിൻ്റെ ഉള്ളിൽ താമസിക്കുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ വല്ലാതെ ഉള്ളിലേക്ക് ഞങ്ങൾക്ക് പോകാനുള്ള ഒരു ധൈര്യക്കുറവുണ്ട്. എന്തായാലും ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒരു ചെറിയൊരു നനവുണ്ട്. ഞങ്ങൾ തൊട്ട് നോക്കുമ്പോൾ തന്നെ ഈ മുകളിലെ പാറകൾക്കൊക്കെ ചെറിയ നനവുണ്ട്. എന്തായാലും ഇതാണ് ഇതിൻ്റെ ഉള്ളിലെ ഇരുട്ടുള്ള കാഴ്ച. കാരണം വെളിച്ചമില്ലെങ്കിൽ ഇതാണ് അവസ്ഥ. ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ വളരെ ചെറിയ ഒരു ഗ്യാപ്പ് മാത്രമാണ് അവിടെ ഇങ്ങനെ കാണുന്നത്. ഇതൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു, തൂർന്നു പോയതാണെന്നാണ് ഇവർ പറയുന്നത്. ഇപ്പോൾ ഇവിടെയുള്ള നാട്ടുകാർ പറഞ്ഞത് അങ്ങനെയാണ്, ഒരു ഉൾഭാഗം കുറേ തൂർന്നിട്ടുണ്ട് എന്ന്. ഇതാണ് പുറത്തേക്കുള്ള വ്യൂ. നമ്മൾ ഒരുപാട് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ച ഇതാണ്. ശരിക്കും നല്ലൊരു എന്താ പറയുക, എന്തൊക്കെ ഒരു മൃഗങ്ങളൊക്കെ ഒരു സ്മെല്ലുണ്ട് ഇവിടെ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണേ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. എന്തായാലും സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റിൽ നല്ല രീതിയിൽ അറിയിക്കുക. ഓക്കെ, താങ്ക്സ്.